ബിഗ് ഫൈറ്റിന്റെ വടകരയിലെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വടകരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. വടകരയിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നൊരു പ്രതീതി ഈ മണ്ഡലത്തിൽ ബിഗ് ഫൈറ്റ് എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുകയാണ്. അത്രമാത്രം ശക്തമായ പ്രചാരണമാണ് വടകരയിൽ നടക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം 2 സ്ഥാനാർത്ഥികളാണ്. UDF-ന്റെയും LDF-ന്റെയും സ്ഥാനാർത്ഥികളുടെ വരവ്, BJP സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം, അതിശക്തമായ പ്രചാരണ വിഷയങ്ങൾ വടകരയിൽ മാത്രം കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നുള്ളത് കൊണ്ടും വടകര ഒരു അഭിമാന പോരാട്ടമായി മാറുകയാണ് LDF-നും UDF-നും BJP-ക്കും. എന്തായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു രാഷ്ട്രീയ പോരിനാണ് വടകര സാക്ഷിയാകുന്നത്. വടകരയുടെ ചരിത്രം, വടകരയുടെ രാഷ്ട്രീയ ചരിത്രം അതിനെ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അതിനപ്പുറം കടന്ന് വലിയൊരു ഭാവുകത്വം, ഒരു രാഷ്ട്രീയ ഭാവുകത്വം ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുകയാണ്. ഓരോ മുക്കിലും മൂലയിലും ഓരോ വോട്ടർമാരിലും ആ തെരഞ്ഞെടുപ്പിന്റെ ആവേശം നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ബിഗ് ഫൈറ്റിന്റെ ഈ എപ്പിസോഡിലും ആ ആവേശം നിങ്ങൾക്ക് കാണാൻ കഴിയും. ജനാധിപത്യപരമായ ഒരു ചർച്ച, ഒരു സംവാദം വോട്ടർമാരുൾപ്പെടെ രാഷ്ട്രീയ പ്രതിനിധികൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആദ്യം നിജേഷിലേക്ക്. നിജേഷ്, ഇവിടെ വടകര കഴിഞ്ഞ 15 വർഷമായി UDF നിലനിർത്തുകയാണ്. പൊതുവെ അറിയപ്പെടുന്ന വടകര ഒരു LDF കോട്ടയെന്നാണ്. ഇത് നിലനിർത്തുന്നതിന് പലതരത്തിലുള്ള രാഷ്ട്രീയ കാരണങ്ങളുണ്ടാകാം. പക്ഷെ ഇനിയൊരു തവണ കൂടി UDF-ന് എന്തിന് വോട്ട് ചെയ്യണം വോട്ടർമാർ? ഇന്ത്യ രാജ്യത്ത് എന്തിന് വോട്ട് ചെയ്യണമെന്ന് ജനത തീരുമാനിച്ചു കഴിഞ്ഞു. യാദൃശ്ചികമായി ഞങ്ങൾ 2 പക്ഷത്തും നിൽക്കുന്നുണ്ട് എങ്കിലും സഖാവ് പിണറായി വിജയന്റെ ഭാഷ കടമെടുത്തു പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടാൻ സാധ്യതയുള്ള BJP ഗവൺമെന്റിനെ തറപറ്റിക്കാൻ എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ ചെയ്യേണ്ട തെരഞ്ഞെടുപ്പാണ് 2024. ആ പ്രാധാന്യം, ദേശീയ പ്രാധാന്യം, ഇന്ത്യ സഖ്യം ഉണർന്ന് എഴുന്നേറ്റ് കടന്നു വന്ന് ഇന്ത്യയിലുടനീളം ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാറി നിൽക്കാൻ കേരളത്തിലെ ഏറ്റവും രാഷ്ട്രീയ മണ്ഡലം എന്നറിയപ്പെടുന്ന വടകരയ്ക്ക് സാധിക്കില്ല. വടകര ഇന്ത്യ മുന്നണിയോടൊപ്പം, രാഹുൽ ഗാന്ധിയോടൊപ്പം BJP ഗവൺമെന്റിനെതിരെയുള്ള പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കും. എന്തുകൊണ്ട് BJP-ക്കെതിരെ വോട്ട് ചെയ്യണം? അതാണ് എന്റെ ചോദ്യം. ഇന്ത്യ രാജ്യത്ത് BJP-ക്കെതിരെ വോട്ട് ചെയ്യാൻ 1000 കാരണങ്ങൾ. നമ്മുടെ ഭരണഘടനയെ ഇല്ലാതാക്കുന്ന, ഈ രാജ്യത്തെ ഇല്ലാതാക്കുന്ന, വിഭാഗീയത സൃഷ്ടിക്കുന്ന, ഈ രാജ്യത്ത് ജനാധിപത്യം അട്ടിമറിക്കുന്ന, അഴിമതിയിൽ കള്ളപ്പണം കൊണ്ട് ഈ രാജ്യം നിറയ്ക്കുന്ന, ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയിലൂടെ ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യത്തെ അട്ടിമറിച്ച ഈ ഒരു BJP ഭരണകൂടത്തിനെതിരെ ചിന്തിക്കാൻ, ആലോചിക്കാൻ, പറയാൻ, പ്രവർത്തിക്കാൻ ജനാധിപത്യ ബോധം ഒരല്പമെങ്കിലും തരിമ്പ് ഹൃദയത്തിലുള്ള ഏതൊരാൾക്കും അത് സാധിക്കും. അതിനപ്പുറത്ത് എന്ത് പറയാനാണ്? അഴിമതിയാണോ അതോ ഭരണഘടനയെ അട്ടിമറിക്കുന്നതാണോ നിങ്ങളുടെ പ്രശ്നം? രണ്ടും പ്രശ്നമാണ്. ഒന്ന് അഴിമതി ഉപയോഗിച്ചുകൊണ്ടാണ് ഭരണഘടനയെ അട്ടിമറിക്കുന്നത് എന്നുള്ളതാണ്. കാരണം നമ്മൾക്കറിയാം, നമ്മുടെ ഭരണഘടനയെ അട്ടിമറിക്കും, ഞങ്ങൾ മാറ്റി എഴുതും എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ്. അതിനപ്പുറത്ത് പ്രതിപക്ഷ അംഗങ്ങളെ മുഴുവൻ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഏകപക്ഷീയമായി നിയമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗവൺമെന്റ്, നിയമം പ്രശ്നമല്ലാത്തൊരു ഗവൺമെന്റ്. നമ്മളിപ്പോ വടകരയിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്റെ അഭിപ്രായവും അഫ്സലിന്റെ അഭിപ്രായവും പറയാം. പക്ഷേ നിങ്ങൾ ഇതേ ചർച്ചയുമായി കൊണ്ട് മണിപ്പൂരിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല. അവിടെ തോക്കുമായി കാത്തു നിൽക്കുന്നത് അത് AK-47 തോക്ക്, ഇന്ത്യ ഗവൺമെന്റ് ഉൽപ്പാദിപ്പിക്കുന്ന പട്ടാളക്കാരന്റെ തോക്കുമായി ആളുകൾ കാത്തു നിൽക്കുന്നു വെടിവെക്കാൻ വേണ്ടി. കിട്ടിയാൽ അപ്പം വെടിവെക്കും. അത് ഇന്ത്യയിലാണ്. അവിടെ ഞായറാഴ്ച കുർബാനകളില്ല. 400-ലധികം പള്ളികൾ തകർത്തു. അവിടെ ഒരു മതവിഭാഗത്തിന് ഒന്നും നടക്കുന്നില്ല. 32 വർഷം മുമ്പ് ഗുജറാത്തിൽ എന്ത് സംഭവിച്ചോ അത് ആവർത്തിച്ചു മണിപ്പൂരിൽ. അത് ഇന്ത്യയിലുടനീളം ആവർത്തിക്കുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിച്ച, സ്വപ്നം കണ്ട, വളർത്തിയ, വലുതാക്കിയ ഈ ജനാധിപത്യം നഷ്ടപ്പെട്ടു പോവുകയാണ്. അതിനെതിരെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കാൻ വേണ്ടി അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് 300 ചില്ലാനം സീറ്റുകളിലേക്ക് മാറി മത്സരിക്കുന്നു. ബദ്ധവൈരികൾ എന്നറിയപ്പെടുന്ന CPM-ഉമായിട്ട് കൈകോർക്കുന്നു. നിങ്ങളൊക്കെ പറഞ്ഞു കോൺഗ്രസ് പറകൂട്ട് പോകണം. 6 സീറ്റ് രാജസ്ഥാനിൽ കൊടുക്കുന്നു. വടകരയിൽ മണിപ്പൂരാണോ പ്രധാന വിഷയം? മണിപ്പൂർ മാത്രമല്ല, മണിപ്പൂർ ഉൾപ്പെടെ. മണിപ്പൂർ ഒരു ജീവന്റെ പ്രശ്നമാണല്ലോ, ജീവിതത്തിന്റെ പ്രശ്നമാണല്ലോ. മണിപ്പൂർ നമ്മളെ ചൂണ്ടി നിൽക്കുന്നുണ്ട്, നോക്കി നിൽക്കുന്നുണ്ട്. ആ മണിപ്പൂർ നാളെ ആർക്കെതിരെയും വരാം, എപ്പോഴും വരാം. കാരണം ഭരണകൂടം നേരിട്ട് ആയുധം കൊടുത്ത് ആളുകളെ കൊല്ലാനേൽപ്പിക്കുന്ന ഒരു രാജ്യം ലോകത്ത് അത് ഇന്ത്യയിലൊരു സംസ്ഥാനത്താണ് എന്ന് വളരെ പ്രയാസത്തിൽ മാത്രമേ നമുക്ക് സാധിക്കൂ. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഒരു ഭരണകൂടം, ജനാധിപത്യ മതേതരത്വ ഭരണകൂടം വന്നേ മതിയാകൂ. ശരി, സത്യൻ DF എന്നതാണ് LDF-നെ പ്രതികരിച്ചുള്ളത്. സോറി, അഫ്സൽ ഒറ്റ ചോദ്യം. നിജേഷ് ഇവിടെ വളരെ വിശദമായി പറയുന്നു, ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നു. മണിപ്പൂർ ഒരു സാക്ഷ്യമാണ്, ഒരു ടെസ്റ്റിമോണിയാണ്. നിങ്ങൾ എന്താണ് ജനങ്ങളോട് പറയുന്നത്? ഇവിടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരായി, സംഘപരിവാരത്തിനെതിരായി, വർഗീയതക്കെതിരായി ജനങ്ങൾ വിധിയെഴുതുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ നരേന്ദ്രമോദി RSS സ്വീകരിച്ചു വന്ന സമീപനങ്ങൾ
ഇവിടെ ജനങ്ങളെ വിഭജിക്കാനും ജനങ്ങളെ തമ്മിൽ തല്ലിക്കാനും അതോടൊപ്പം മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും കാറ്റിൽ പറത്തുന്ന നിരവധിയായ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തത്. ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഇവർ നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഒന്ന് മുത്തലാഖ് നിയമം ഭേദഗതി ചെയ്തതാണ്. മറ്റൊന്ന് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതാണ്. മറ്റൊന്ന് പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുത്തിയതാണ്. ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന ഏക സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് നരേന്ദ്രമോദി BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയും BJPയും ഇത്തരത്തിൽ വർഗീയപരമായ ഇടപെടൽ നടത്തി മുന്നോട്ട് വരുന്ന സമയത്ത് അതിനെതിരായി ശക്തമത്തായിട്ടുള്ള പ്രതിരോധം സംഘടിപ്പിക്കുന്നത് ഈ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. എങ്ങനെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തെ പ്രതിരോധം സൃഷ്ടിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെ പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ ഈ രാജ്യത്ത് ആദ്യമായി ഒരു സംസ്ഥാന ഗവൺമെന്റ് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ളത് കേരളമാണ്, കേരളത്തിലെ ഇടതുപക്ഷമാണ്. ഇവിടെ ഇപ്പോ കോൺഗ്രസിന്റെ നേതാവ് ഇവിടെ സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് പറയുകയുണ്ടായി. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇവിടെ BJP മാത്രമാണോ പണം വാങ്ങിയത്? കോൺഗ്രസ് പണം വാങ്ങിയിട്ടുണ്ട്. ഇവിടെ അഴിമതി നടത്തുന്ന കാര്യത്തിൽ ഈ പറയുന്ന കോൺഗ്രസും BJPയും ഈ കാലമത്രയും ഇവിടെ മത്സരം നടത്തി മുന്നോട്ട് വരുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന എന്ത് നടപടിയാണ് ഇവർ സ്വീകരിച്ചത്? മുത്തലാഖ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യുന്ന സമയത്ത്, ഇവിടെ NIA ഭേദഗതി പാർലമെന്റിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് അമിത്ഷാ കണ്ണുരുട്ടിയപ്പോൾ ഭയപ്പെട്ടു പോയവരാണ് ഈ രാജ്യത്തെ കോൺഗ്രസിന്റെ UDFന്റെ ഭാഗമായി നിൽക്കുന്നവർ. അന്ന് ഇവിടെ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ UDFനെ പ്രതികരിച്ചിട്ടുള്ള മെമ്പർ ഇവിടെ നേരത്തെ കോൺഗ്രസിന്റെ KPCCയുടെ പ്രസിഡന്റായിട്ടിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, MK രാഘവൻ മുത്തലാഖ് വിഷയത്തിൽ എതിർപ്പുമായി മുന്നോട്ട് വന്നിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഉത്തരം. അത് മാത്രമല്ല, പൗരത്വ വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന സമയത്ത് എന്താണ് കോൺഗ്രസ് സ്വീകരിച്ച സമീപനം? ഇവിടെ CPIMന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരി, CPIMന്റെ നേതാവായിട്ടുള്ള പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, T രാജ ഉൾപ്പെടെയുള്ളവർ ഉജ്ജ്വലമായ പ്രതിരോധത്തിന് ഡൽഹിയിൽ നേതൃത്വം കൊടുത്തപ്പോൾ അവിടെ ഏത് കോൺഗ്രസിന്റെ നേതാവ് ഉണ്ടായി എന്നതാണ് ചോദ്യം. ഇത് മാത്രമല്ല, ഈ രാജ്യത്ത് ഈ പറയുന്ന ഈ 10 വർഷക്കാലത്തിനിടയിൽ ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദിക്കെതിരായി BJPക്കെതിരായി നിയമ പോരാട്ടം നടത്തിയത് ആരാണ്? ഇവിടെ മുത്തലാഖ് വിഷയം വന്ന സന്ദർഭത്തിലെ പാർലമെന്റിലെ ഇടപെടൽ മാത്രമല്ല, ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവിയെടുത്ത സമയത്ത് സുപ്രീം കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിക്കൊണ്ട് അവിടെയുള്ള ജനങ്ങളുടെ ജനാധിപത്യത്തിന് വേണ്ടി വർത്തമാനം പറഞ്ഞവരാണ് ഈ രാജ്യത്തെ ഇടതുപക്ഷം. ജമ്മു കാശ്മീരിലെ വിഷയത്തിനകത്ത് മാത്രമല്ല, ഇവിടെ നിങ്ങൾ നോക്കൂ, ബിൽക്കിസ് ബാനു എന്ന് പറഞ്ഞ ഗർഭിണിയായ സ്ത്രീയെ അതിനിഷ്ഠൂരമായി ആക്രമിച്ചു. അവരുടെ കുടുംബത്തിലെ 14 പേരെ ചുട്ടുകൊന്നു സംഘപരിവാരം. അങ്ങനെ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ, അങ്ങനെ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത സന്ദർഭത്തിൽ ഇവിടെ ഈ ഗുജറാത്തിന് പുറത്ത് കോടതി വിചാരണ നടത്തുകയും അവരെ ജീവപര്യന്തത്തിന് ശിക്ഷിക്കുകയും ചെയ്തു. കഴിഞ്ഞ 75ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ ക്രിമിനലുകളെ വിട്ട സമയത്ത് അവിടെ ഈ പറയുന്ന ഗുജറാത്തിനകത്ത് ഇന്ത്യ മുന്നണിയുടെ സംയോജിത മുദ്രാവാക്യങ്ങളല്ലേ? അതായത് ഗുജറാത്തിനകത്ത് ഈ പറയുന്ന ബിൽക്കിസ് ബാനുവിന് നീതി ലഭ്യമാക്കാൻ പോരാടിയ നേതാക്കളിൽ പ്രമുഖ നേതാവ് സുഭാഷിണി അലിയായിരുന്നു. ഇവിടെ കോൺഗ്രസ് ഏത് വിധത്തിലാണ് BJPക്കെതിരായ പ്രതിരോധം സംഘടിപ്പിക്കുന്നത്? പൗരത്വ വിഷയത്തിനകത്ത് പോലും നടപ്പാക്കില്ല എന്ന് പറഞ്ഞ് പ്രകടന പത്രികയിൽ പോലും അഭിപ്രായം പറയാത്തവരാണ് മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വർത്തമാനം പറയുന്നു എന്ന് പറയുന്നത്. ഇവിടെ ഈ കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിച്ചു. ഞങ്ങൾ നിയമ പോരാട്ടം നടത്തി. സുപ്രീം കോടതിക്ക് 13,600 കോടി രൂപ നൽകണം, ഈ കേരളത്തിന് വായ്പെടുക്കാൻ അനുവാദം നൽകണം എന്ന് പറയുന്നത് നമ്മളെല്ലാം കേട്ടതാണ്. ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന നമ്മളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രൽ ബോണ്ടിനെതിരായി ആരാണ് ശക്തമായ പ്രതിരോധം സംഘടിപ്പിച്ചത്? ഇലക്ട്രൽ ബോണ്ടിൽ ഉൾപ്പെടെ CPIM ഇടതുപക്ഷം സ്വീകരിച്ച സമീപനം ശരിയായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞതല്ല. ഇവിടെ ബഹുമാനപ്പെട്ട നീതിപീഠം സുപ്രീം കോടതി ഈ രാജ്യത്തോട്, ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ്. ശ്രീ സത്യൻ, ഒരു വശത്ത്
പൗരത്വ നിയമം, മറുവശത്ത് മോദി സർക്കാരിന്റെ അഴിമതി. ഇത് രണ്ടും മുന്നിൽ വെച്ചുകൊണ്ട് UDF-ഉം LDF-ഉം പ്രചാരണത്തിലാണ്. എന്താണ് നിങ്ങളുടെ പ്രസക്തി? നിങ്ങളുടെ പ്രസക്തി എന്താണ്? നിങ്ങളുടെ സ്ഥാനം എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ? ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പ്രസക്തിയെക്കുറിച്ചാണ് ഇടതുപക്ഷ പ്രതിനിധി ഇവിടെ സംസാരിച്ചത്. മുത്തലാഖ് നിരോധിച്ചു, കാശ്മീരിലെ 370 എടുത്തു, CAA നടപ്പിലാക്കി, ഏക സിവിൽ കോഡ് വരാൻ പോകുന്നു. ഇടതുപക്ഷം ഇവിടെ ആരോപിച്ചു. ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ. മുത്തലാഖ് നിരോധിച്ചു എന്ന് പറഞ്ഞ മുസ്ലിം സമുദായത്തിലുള്ള ഈ അസമത്വം നിരോധിച്ചത് CPM വരെ സഹിക്കുന്നില്ല. അല്ല, ഞാൻ പറയട്ടെ. നമ്മുടെ നാട്ടിൽ വേറെ ഇപ്പോ മുസ്ലിങ്ങൾ കല്യാണം കഴിച്ചാൽ മാത്രമാണ് പ്രശ്നമുള്ളൂ. മറ്റു മതത്തിൽപ്പെട്ട ആളുകൾ കല്യാണം കഴിച്ചാൽ പ്രശ്നമില്ല. തെറ്റിദ്ധരിപ്പിക്കരുത്. അല്ല, സഹിഷ്ണുത എന്ന കാര്യം കേൾക്കാൻ തയ്യാറാവുന്നില്ല. അപ്പൊ മുസ്ലിം സമുദായത്തിലെ അസമത്വം അത് മുത്തലാഖ് നിരോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് UP 70% മുസ്ലിങ്ങളുള്ള നിയോജക മണ്ഡലത്തിൽ BJP ജയിക്കുന്നു. മുസ്ലിം സ്ത്രീകൾ BJP വോട്ട് ചെയ്യാൻ തയ്യാറാവുന്നു. അപ്പൊ മുത്തലാഖ് നിരോധിച്ചത് ഈ രാജ്യത്തിലെ 70% മുസ്ലിം ജനസംഖ്യയുള്ള ഏത് മണ്ഡലമാണ്? 3 മണ്ഡലങ്ങൾ. പേര് എനിക്കിപ്പോ പറയാൻ പറ്റില്ല. 3 മണ്ഡലങ്ങൾ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത് വന്നതാണ്. 3 മണ്ഡലങ്ങളില് BJP ആണ് ജയിക്കുന്നത്. അപ്പൊ മുത്തലാഖ് മുസ്ലിം സ്ത്രീ സമൂഹത്തിലുണ്ടാക്കിയ വലിയ മാറ്റം, ആ അസമത്വം മാറി സമത്വത്തിലേക്ക് വന്നു. അത് CPM സഹിക്കുന്നില്ല. അവർ കേരളത്തിൽ ദലിതരെ സമരം ചെയ്യുന്നു. അതുപോലെ കാശ്മീര് ടെമ്പററി സെക്ഷൻ എന്നാ പറയാ, താൽക്കാലികമാണ്ടായ സെക്ഷൻ 70 കൊല്ലായി. കോൺഗ്രസ്സുകാരും പറയാ മണിപ്പൂരിൽ ആയുധമായിട്ട് നിൽക്കുക പട്ടാളക്കാരെന്ന്. കാശ്മീരിൽ എന്താ സ്ഥിതി? ജവഹർലാൽ നെഹ്റു ഈ ടെമ്പററി സെക്ഷൻ, താൽക്കാലിക സെക്ഷൻ എന്ന് പറഞ്ഞത് 70 കൊല്ലം നിന്നു. നരേന്ദ്രമോദി അത് എടുത്തു മാറ്റി. ഇന്ന് സ്വതന്ത്രമായ ആളുകൾ സഞ്ചരിക്കാം, ആപ്പിൾ കൃഷി നടക്കുന്നു, തീവ്രവാദം ഉപേക്ഷിക്കുന്നു. അതൊക്കെ തന്നെയാ BJP നേട്ടം. ഈ 2021 അവിടെ ഒരു ഭീകരാക്രമണം ഉണ്ടായില്ലേ? ജമ്മു കാശ്മീർ ഉണ്ടായിട്ടില്ലേ? എവിടാ? എത്ര പേർ വീരമൃത്യു വരിച്ചു? 2023 എത്ര പേർ വീരമൃത്യു വരിച്ചു? നിങ്ങൾ കമ്പയർ ചെയ്യൂ. അതിന് മുന്നുള്ള വർഷങ്ങളായി കമ്പയർ ചെയ്യുന്ന സമയത്ത് താരതമ്യപ്പെടുത്തുന്ന സമയത്ത് എത്രയോ തീവ്രവാദങ്ങൾ കുറഞ്ഞു. മോദി ഭരിക്കുമ്പോഴാണ് പുൽവാമ ആക്രമണം ഉണ്ടായത്. മോദി ഭരിക്കുമ്പോഴാണ് പുൽവാമ ആക്രമണം ഉണ്ടായെന്ന് മാത്രമല്ല, പാകിസ്ഥാൻ ബോർഡർ കയറി അടിക്കുകയും ചെയ്തിട്ടുണ്ട്, അവർ പകരം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നട്ടലുള്ള ഒരു പ്രധാനമന്ത്രി ഇന്ന് വരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കണം. അക്രമങ്ങൾ ഉണ്ടാവും. പാകിസ്ഥാൻ പട്ടാളക്കാരും ഇന്ത്യൻ പട്ടാളക്കാരും ചൈനീസ് പട്ടാളക്കാരും പ്രശ്നങ്ങൾ ഉണ്ടാവും. ലോകത്ത് മുഴുവൻ പ്രശ്നങ്ങളുണ്ട്. യുക്രൈനിലെ പ്രശ്നമുണ്ട്, റഷ്യയിൽ പ്രശ്നമുണ്ട്, അതുപോലെ പാലസ്തീനിലെ പ്രശ്നമുണ്ട്. ലോകത്ത് മുഴുവൻ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ അടിച്ച സമയത്ത് പാകിസ്ഥാന്റെ ബോർഡർ കയറി തിരിച്ചടിച്ചിട്ടുണ്ട്. അങ്ങനെ ധൈര്യമുള്ള ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഒറ്റ കാര്യം, എന്തുകൊണ്ടാണ് ചൈനയിൽ കയറി തിരിച്ചടിക്കാത്തത്? ചൈനയില് കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ചൈനയ്ക്ക് എങ്ങനെയാണ് മറുപടി കൊടുത്തത്? ചൈനയുടെ പട്ടാളക്കാർ കൃത്യമായി മറുപടി കൊടുത്തു. ചൈനയുടെ പട്ടാളക്കാർ മറുപടി കൊടുത്തു. ചൈനയ്ക്ക് മറുപടി കൊടുത്തു. വിദേശ മാധ്യമങ്ങൾ ചൈനയ്ക്ക് മറുപടി കൊടുത്തു. ചൈനയ്ക്ക് മറുപടി കൊടുക്കുക. ചൈനയ്ക്ക് പട്ടാളക്കാർക്ക് മറുപടി കൊടുത്ത ചൈനയ്ക്ക് മറുപടി. എന്തായിരുന്നു മറുപടി? ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചു. ചൈനയിലെ ആപ്പ് നിരോധിച്ചു, ടിക്ടോക്ക് നിരോധിച്ചു. അതല്ലേ? ടിക്ടോക്ക് അല്ല, ഒരുപാട് ഉൽപ്പന്നങ്ങൾ ആൾക്കാർ വാങ്ങുന്നില്ല ഇപ്പോ. താങ്കളുടെ കയ്യിൽ ഫോൺ ഏതാ? ഈ ഫോണിന്റെ ബ്രാൻഡ് ഏതാ? അന്താരാഷ്ട്ര ഈ ഫോണിന്റെ ബ്രാൻഡ് ഏതാ? അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ ഫോണിന്റെ ബ്രാൻഡ് ഏതാ? ഈ മാധ്യമം ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന മേക്ക് ഇൻ ഇന്ത്യ പ്രകാരം ഉത്പാദിപ്പിക്കുന്നു. ഏത് ബ്രാൻഡാണ്? ഇത് സാംസങ് ആണ്. ഓക്കെ, കൊറിയാണ്. കൊറിയ ആയിക്കോട്ടെ. എന്താ കൊറിയൻ താരം നിരോധിച്ചിട്ടുണ്ടോ? കൊറിയൻ ഉൽപ്പന്നങ്ങൾ നിരോധിച്ചിട്ടുണ്ടോ? ലോകരാജ്യങ്ങൾ തമ്മിൽ ഉടമ്പടികള്, ലോകരാജ്യങ്ങൾ കയറ്റുമതി ഇറക്കുമതിയില്ലേ? എന്താ അത്ര പ്രത്യേകം സാംസങ്ങിന്റെ കാര്യം? പട്ടാളക്കാര്, ചൈനയുടെ പട്ടാളക്കാര് 40ഓളം പട്ടാളക്കാര് കൊല ചെയ്യപ്പെട്ടു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പിന്നെ റിപ്പോർട്ട് ചെയ്തില്ലേ? അപ്പൊ പകരം ചെയ്തില്ലേ? സർ, അന്താരാഷ്ട്രം വേണ്ട. നിങ്ങളെ ജന്മഭൂമി അല്ല, നിങ്ങളെ ജന്മഭൂമി അല്ല, നാണത്തിന്റെ അല്ല, ജന്മഭൂമി റിപ്പോർട്ട് ഒന്ന് പറ. ചൈനയിൽ കയറി പറയാ കോൺഗ്രസ് മുക്ത ഭാരത് എന്താണെന്നറിയാം മോഡി ഉദ്ദേശിക്കുന്നത്? അഴിമതി മുക്ത ഭാരത്. കോൺഗ്രസ് വെച്ചാല് കാക്ക കറുപ്പാന്നറിയ അഴിമതി. അപ്പൊ ഈ ഇലക്ട്രൽ ബോണ്ട് അഴിമതിയായിരുന്നു സുപ്രീം കോടതിയാ പറഞ്ഞത്. ഇലക്ട്രൽ ബോണ്ട് അഴിമതിയായിരുന്നു സുപ്രീം കോടതിയാ പറഞ്ഞത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ വേണ്ടി 2014 ലോകസഭയിൽ പാസാക്കിയ ബില്ലിന്റെ അടിസ്ഥാനത്തിലാണ്. ആ നിയമം ഭരണഘടനാ വിരുദ്ധമായിരുന്നു. അതുകൊണ്ടെന്താ? അതുകൊണ്ട് അഴിമതി ഉണ്ടെന്നാ? ഭരണഘടന അഴിമതിയായിരുന്നു. ഇഡി റെയ്ഡ് ചെയ്യുന്നു. പിറ്റേ ദിവസം പ്രതി മാപ്പുസാക്ഷിയാകുന്നു. ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്നു. നിങ്ങൾ ആ സുപ്രീം കോടതിയുടെ വിധി ഒന്ന് എടുത്ത് വായിച്ചു നോക്കൂ. ഭരണഘടനാ വിരുദ്ധം അഴിമതി എന്നല്ല. വളരെ ചൂടേറിയ ഒരു സംവാദം തുടരുകയാണ്. വോട്ടർമാർ തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അതിനിടയിൽ കനത്ത ചൂടിനിടയിൽ ചെറിയതായി മഴയും പെയ്യുന്നുണ്ട്. നിജേഷ് അരവിന്ദ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം
ഇവിടെ ചൂണ്ടിക്കാട്ടപ്പെട്ടത് പൗരത്വ പ്രശ്നം. CAA എന്നൊരു വാക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഇല്ല എന്നാണ്. എന്തുകൊണ്ടാണ്? വളരെ കൃത്യമായി പറയാം. ഇന്ത്യയിൽ കോൺഗ്രസ് ഗവൺമെന്റുകൾ എത്രയോ കാലം ഭരിച്ചു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആർട്ടിക്കിൾ 15 ചോദ്യം ചെയ്യുന്ന നടപടി കോൺഗ്രസ് എടുത്തുണ്ടായോ? പ്രകടനപത്രികയിൽ വളരെ കൃത്യമായ ആർട്ടിക്കിൾ 15 മുതൽ 20 വരെ സംരക്ഷിക്കുമെന്ന് പറയുന്നു. 22ാമത്തെ പേജിനകത്ത് എടുത്ത് വായിച്ച മനസ്സിലായി. 22ാമത്തെ പേജിനകത്ത് റിവേഴ്സിംഗ് ദി ഡാമേജ്, കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് എന്തെല്ലാമാണ് മോദി ഉണ്ടാക്കി വെച്ച നിയമങ്ങൾ അതെല്ലാം മാറ്റുമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പൗരത്വം നിഷേധിക്കപ്പെടുന്ന ആളുകൾ ആർട്ടിക്കിൾ 15 വായിച്ചിട്ട് വേണമോ നിങ്ങളുടെ മാനിഫെസ്റ്റോ വായിക്കാൻ? എന്തിന് ആർട്ടിക്കിൾ 15 വായിക്കണം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്രയോ കാലമായി ഈ രാജ്യം എവിടെയാണ് പൗരത്വത്തിന്റെ പറയാം. ആ പ്രകടന പത്രികയ്ക്കകത്ത് റിവേഴ്സിംഗ് ദ ഡാമേജസ്, 10 വർഷക്കാലം ഈ മോദി ഗവൺമെന്റ് ഉണ്ടാക്കിയ മുഴുവൻ സാധനങ്ങളും മാറ്റും എന്ന് എഴുതി വെച്ചാൽ ഡാമേജിൽ അതിനടിയിലേക്ക് ഇഷ്ടംപോലെ എഴുതിയില്ലേ? എന്താ സംശയം? രാഹുൽ ഗാന്ധി മാത്രം, ഞാൻ ചോദിക്കുന്നു അജിൻസോട്, രാഹുൽ ഗാന്ധി വയനാട്ടിൽ നോമിനേഷൻ കൊടുത്തപ്പോ അദ്ദേഹത്തിന്റെ പത്രികയ്ക്കകത്ത് 16 കേസുകൾ 8 സംസ്ഥാനങ്ങളിൽ പൗരത്വ സമരവുമായി ബന്ധപ്പെട്ട് ഞാൻ പൗരത്വ സമരവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നു. കോഴിക്കോട് DCC പ്രസിഡന്റ് ഉൾപ്പെടെ 57 ആളുകളെ ജയിലിലടച്ചത് അജിൻസെ CSF അല്ല, BSF അല്ല, ഈ അഫ്സലിന്റെ പോലീസാ. ഗുജറാത്തിലോ നിങ്ങൾ ജയിലിലാക്കിയാൽ അഫ്സല് ജയിലിൽ കിടന്നില്ലല്ലോ പൗരത്വത്തിന്റെ പേരിൽ. നിങ്ങളെ ജില്ലാ പ്രസിഡന്റ് കിടന്നില്ലല്ലോ. രാഹുൽ ഗാന്ധി ഇന്ത്യയില് കേരളത്തിലുണ്ട്, തമിഴ്നാടിലോ ആന്ധ്രയിലോ ഒന്നും മത്സരിക്കേണ്ട ആവശ്യമില്ല. രാജസ്ഥാൻ, ഗുജറാത്ത്, UP ഇതെല്ലാം ഞങ്ങളെ പാർട്ടി ആര് മത്സരിക്കും നിങ്ങൾ തീരുമാനിക്കണം, ഞങ്ങൾക്കറിയാം. അതൊന്നും വേണ്ട, ആ സാധനമൊന്നും വേണ്ട. ചോദ്യം സത്യേട്ടനോട് ഒരു ചോദ്യം ചോദിക്കണമെന്നുണ്ട്. പക്ഷേ മൂപ്പര് 2000 നോട്ടിൽ ഇപ്പോഴും ചിപ്പ് ഉണ്ട് എന്ന് വിചാരിച്ചിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ആ നിലവാരത്തിലുള്ള ചോദ്യം ചോദിക്കാൻ വേണ്ടി കോൺഗ്രസിനോടാണ് ചോദ്യം. നിങ്ങൾ ആരാണ്? BJPക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിങ്ങൾ എവിടെയാണുള്ളത് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് ഈ കേരളത്തിൽ BJPക്ക് സ്വന്തമായി KPCC പ്രസിഡന്റ് ഉള്ള നാടാണ് കേരളം. എപ്പോ വേണമെങ്കിലും BJPയിലേക്ക് പോകാമെന്ന് പറയുന്ന നിങ്ങൾ ഈ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണത്തിനെതിരായി രാജ്യത്തെമ്പാടും കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന ജനകീയ സമരത്തിന്റെ ഏതെങ്കിലും ഒരു പേര് പറയാൻ വേണ്ടി കഴിയോ? ഇവിടെ പൗരത്വ നിയമം പറഞ്ഞു. രാഹുൽ ഗാന്ധി വിനോദയാത്രയ്ക്ക് പോയിരുന്നില്ലേ കൊറിയയിൽ ഉൾപ്പെടെ? നിങ്ങൾ എന്താണ് ഈ നാടിനകത്തെ മതേതരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി? കഴിഞ്ഞ മാസം ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ രാഹുൽ ഗാന്ധിയുടെ കൈ പിടിച്ച് ജനലക്ഷങ്ങൾ ഉണ്ടായിരുന്നു. ആ കൈ പിടിച്ചത് സീതാറാം യെച്ചൂരിയാണ്. താങ്കൾക്ക് പരിചയം ഉണ്ടാവും. സീതാറാം യെച്ചൂരിയാണ്. ബോംബെയിലെ ശിവജി പാർക്കിൽ ബാൽ താക്കറെയുടെ കാലഘട്ടത്തിന് ശേഷം ആദ്യമായി നിറഞ്ഞു കവിഞ്ഞപ്പോൾ അവിടെ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു. മൂന്ന് ഈ സംസ്കാരം ഒന്ന് മാറ്റിവെക്ക്. അതൊന്നും നടക്കില്ല ജിംസെ, അതൊന്നും നടക്കില്ല. ആ ഭീഷണിപ്പെടുത്തലൊന്നും വേണ്ട. അതൊക്കെ അങ്ങ് പോയാ മതി. അതൊന്നും വേണ്ട. അത് വേണ്ട. ഈ രാജ്യത്ത് കോൺഗ്രസിലെ കുറെ അഴിമതിക്കാരെ നേതാക്കന്മാരെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബംഗാളിലെ ത്രിപുരയിലെ പാർട്ടിയെ മൊത്തമായി BJPക്ക് കൊണ്ടുവച്ച പരിപാടി ഞങ്ങൾക്കില്ല. MLA ആയപ്പോ ഗഗൻ മുർമു നേരെ പോയി CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. സുഹൃത്തെ, അത് മനസ്സിലാക്കണം. കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവിനെ അറിയോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു മാസം മുമ്പ് നിങ്ങൾ പറഞ്ഞ നരേന്ദ്രമോദിനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് മന്ത്രിസഭായോഗം മാറ്റിവെച്ചാളാ അറിയോ? ഈ പിണറായി വിജയൻ. അഫ്സൽ ഒറ്റ പ്രശ്നം. ഒരു നിമിഷം. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ 2 പാർട്ടികൾ, ആ 2 പാർട്ടികളോട് ഏറ്റുമുട്ടുമ്പോൾ നിങ്ങൾക്കൊരു സൗഹൃദ മത്സരം കാഴ്ചവെക്കാം. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് ഇന്ത്യ മുന്നണി എന്ന ആശയത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ആരോപണങ്ങൾ ഇവർക്കെതിരെ ഉന്നയിക്കുകയാണ്. അതിന് മറുപടി പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവിടെ വന്ന സമയത്ത് അയാളെ യാത്ര ആക്കിയതിനെ സംബന്ധിച്ചുള്ള എത്ര ബാലിശമായ കാര്യമാണ് ഇവിടെ UDFന്റെ പ്രതിനിധി പറയുന്നത്. ഇവിടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത്, ഇവിടെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത്, ഇവിടെ ഈ പറയുന്ന UDFന്റെ നേതാക്കന്മാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത്, പ്രധാനമന്ത്രി വരുന്ന സമയത്ത് ഏത് സമീപനാണ് സ്വീകരിക്കാറുള്ളത്?
എന്തും പറയാം, ഏത് നിലയിലുള്ള തെറ്റായ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാം എന്ന ഈ സമീപനം നരേന്ദ്രമോദിയോട് കരുണാകരന്റെ കാലത്ത് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായപ്പോ യാത്രയാക്കാൻ പോയ കഥ പറയുന്നത് നരേന്ദ്രമോദിക്കെതിരെ മന്ത്രിസഭായോഗം മാറ്റിവെച്ച് എനിക്ക് പറയാനുണ്ട്. ആരാ നാരായണനാണ് മഹാരാഷ്ട്രയിലെ നേരത്തെ മുഖ്യമന്ത്രിയാ. ആ മുഖ്യമന്ത്രി ഇന്ന് ബിജെപിയിലാ. ഹിമാന്ത ബിശ്വർമ ഇന്ന് ബിജെപിയിലാ. നേരത്തെ കോൺഗ്രസിന്റെ ദേശീയ നേതാവ്. ഇവിടെ ദിഗംബർ കാമത്ത് നേരത്തെ ഈ കോൺഗ്രസിന്റെ നേതാവ് ഇന്ന് ബിജെപിയിലാ. അശോക് ചവാൻ നേരത്തെ മുഖ്യമന്ത്രിയാ, ഇന്ന് ബിജെപിയിലാ. ഇന്ന് പറയുന്ന 12 മുഖ്യമന്ത്രിമാർ ഈ പറയുന്ന കോൺഗ്രസിന്റേത് ബിജെപിയിലേക്ക് പോയിരിക്കുകയാണ്. ഇവർ പറയുന്നു മണിപ്പൂരിനെ കുറിച്ച്. ആരാണ് ഈ മണിപ്പൂരിന്റെ മുഖ്യമന്ത്രിയുടെ പേര് ബീരൻ സിംഗ് എന്നാണ്. ബീരൻ സിംഗ് ആരാണ്? ബീരൻ സിംഗ് കോൺഗ്രസിന്റെ നേതാവ്. കോൺഗ്രസിന്റെ നേരത്തെയുള്ള നേതാവ് ബീരൻ സിംഗ് ഇന്ന് ബിജെപിയുടെ നേതാവ്. അദ്ദേഹം അവിടെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് അവിടെ കലാപങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഉത്തരേന്ത്യയിലെ കഥ മാത്രമല്ല, ഇതര സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ മാത്രമല്ല, ഇവിടെ ഈ കേരളത്തിൽ പത്മജ വേണുഗോപാൽ ആരാ? രാഷ്ട്രീയ പാർട്ടിയിൽ ഇല്ലാത്ത ആളാണോ പത്മജ വേണുഗോപാൽ? KPCC നിർവാഹക സമിതി അംഗമായിരുന്നില്ലേ? 2 തവണ ഇവിടെ നിയമസഭയിൽ മത്സരിച്ച ആളായിരുന്നില്ലേ? ആരാ? അനിൽ ആന്റണി. ഇവരെ വിശ്വസിക്കാൻ കൊള്ളുവോ? ഈ പറയുന്ന KPCCയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ ഒരു വേള എന്താ പറഞ്ഞത്? വേണ്ടി വന്നാൽ ഞാൻ ബിജെപിയിലേക്ക് പോകും. ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞാൽ ഈ പറയുന്ന വിധത്തിൽ ഈ കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് കേരളത്തിലെ ആളുകൾ ഇടതുപക്ഷത്തോടൊപ്പം അണിചേരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത് തന്നെയാണ് പറഞ്ഞത്. പണം ഉപയോഗിച്ച ആളുകളെ അഴിമതിക്കാരെ മാറ്റിയിട്ടുണ്ട്, അതിനെതിരെ പ്രതിരോധിക്കണമെന്ന് പറഞ്ഞത്. കേരളത്തിന്റെ വടകരയിലേക്ക് ചർച്ച തീരദേശ മത്സരിക്കുന്ന തീരദേശയിൽ ഒരുപാട് മത്സ്യത്തൊഴിലാളികളുണ്ട്. ഈ സർക്കാർ കണ്ണു തുറക്കുന്നുണ്ടോ? രണ്ടാമത് കേരളം ഇവിടെ തീരദേശയിൽ ഉപ്പുവെള്ളം വിതരണം ചെയ്യുന്നു, ഒന്ന് പരിശോധിക്കണം. രണ്ടാമത് ബോംബുണ്ടാക്കുന്ന രാഷ്ട്രീയമല്ല കോൺഗ്രസിന്റെ. പിന്നെ പൗരത്തിന് വേറെ സമരം ചെയ്തപ്പോൾ 5 ദിവസം ജയിലിൽ കിടന്നവരാണ്. മൂന്നാമത് സുക്കൂറിനെ വിചാരണ ചെയ്ത് കൊന്നത് ആരാണ്? പൗരത്വ പ്രക്ഷോഭത്തിൽ ആളുകൾ ജയിലിൽ കിടന്നു വന്നു. നിരവധി പേർക്കെതിരെ കേസെടുത്ത് പോയിരിക്കും. മറുപടി പറയാം. ഇവിടെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഇവിടെ കോൺഗ്രസിന്റെ ഒരു ഈ മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തെ സംബന്ധിച്ചാണ് ഈ പറയുന്ന UDF-ന്റെ പ്രവർത്തകൻ വേവലാതി പൂണ്ടത്. ഇവിടെ 15 വർഷക്കാലം ആരാണ് MP? ഇടതുപക്ഷമാണോ? ആരാ MP? ഈ തെരഞ്ഞെടുപ്പ് പാർലമെന്റിലേക്കല്ലേ? മത്സ്യത്തൊഴിലാളികളുടെ കാര്യം MP ആണോ നോക്കേണ്ടത്? മത്സ്യത്തൊഴിലാളികളുടെ കാര്യം ആരാ നോക്കേണ്ടത്? ഈ MP എന്ത് ചെയ്തു? ഈ സർക്കാർ എന്ത് ചെയ്തു എന്നാണ് ചോദ്യം. അത് പറയാൻ തന്നെയാണ് മുന്നോട്ട് വന്നത്. ഈ പറയുന്ന MP 15 വർഷക്കാലം മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു കാര്യം ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങള് ഈ പറയുന്ന ഈ കടലോര മേഖലയിൽ പോയാൽ നിങ്ങൾ കാണാൻ കഴിയും, ഫ്ളാറ്റുകൾ കാണാൻ വേണ്ടി കഴിയും, നിരവധി സ്ഥാപനങ്ങൾ കാണാൻ വേണ്ടി കഴിയും. അവർക്കൊക്കെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ, കൂരകൾ നിർമ്മിച്ചു കൊടുത്ത സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒന്ന് പെൻഷൻ കിട്ടുന്ന ആളുകൾ എടുത്ത് പോ. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്ത് കൊടുത്തു സത്യം എന്ത് കൊടുത്തു? നിങ്ങളെ എങ്ങനെ എതിർക്കണം എന്നതിനെ കുറിച്ചാണ് ഇവരുടെ ചർച്ച. നിങ്ങൾ അപ്രസക്തമാവുകയാണ്. അതെ, അപ്രസക്തമായിട്ട് അതാ ഞാൻ പറയുന്നത്.
എന്റെ വലതുഭാഗത്ത് നിന്ന് LDF UDF പരസ്പരം കൊയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇവര് രണ്ടുപേരും ഇന്ത്യ മുന്നണിയുടെ ഭാഗം നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിന്റെ ബോർഡർ കടന്നാൽ, കേരളത്തിന്റെ അതിർത്തി കടന്നാൽ ഇവർ ഇന്ത്യ മുന്നണിയിലെ ആൾക്കാരാ. എന്തിന് 6 കിലോമീറ്റർ അപ്പുറം മാഹി പോയാൽ കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കാൻ CPM ആയി. ഞാൻ പറയട്ടെ, രാജസ്ഥാനില് കോൺഗ്രസിന് ഒരു CPM ഒരു സീറ്റ് കൊടുത്തേ കോൺഗ്രസ്സുകാരനാ. മഹാരാഷ്ട്രയില് CPM മത്സരിക്കാൻ സീറ്റ് കൊടുത്തേ ശിവസേനക്കാരനാ. പശ്ചിമ ബംഗാളില് PB സലീമിനെ വേണ്ടി വോട്ട് പിടിക്കുന്ന കോൺഗ്രസ് ആരാ എന്ന് വെച്ചാല് അവിടെ പോയിരിക്കും മിസ്റ്റർ. എന്ന് വെച്ചാല് കേരളത്തിന്റെ അതിർത്തി കടന്നാൽ ഇവർ രണ്ടുപേരും ഒറ്റക്കെട്ടാണ്. വയനാട്ടിൽ മത്സരിക്കുന്ന ആനി രാജയുടെ ഭർത്താവ് D രാജ വയനാട്ടിൽ CPM വേണ്ടി വോട്ട് പിടിക്കുന്നു. അതിർത്തി കടന്നാൽ രാഹുൽ ഗാന്ധിയുടെ കൂടെ ഒന്നിച്ചൊന്നുകൊണ്ട് വോട്ട് പിടിക്കുന്നു. അപ്പൊ ഇവര് രണ്ടുപേരും ഒരേ നാണയത്തിന്റെ രണ്ട് വശമല്ല, ഒരേ വശമാണ്. ചേട്ടൻ ഭാവിയും അനുജൻ ഭാവിയുമാണ് എന്ന് നാം മനസ്സിലാക്കണം. മറ്റൊന്ന് ഞാൻ പറയട്ടെ, പോകാന്ന് ഇവിടെ SFIന്റെ സംസ്ഥാന പ്രസിഡന്റാണ് അബ്ദുള്ളക്കുട്ടി എന്നറിയും. അബ്ദുള്ളക്കുട്ടി CPM എന്നല്ല കോൺഗ്രസിലേക്ക് പോയത്. അബ്ദുള്ളക്കുട്ടി കോൺഗ്രസിൽ നിന്നാ BJPയിലേക്ക് പോയത്. BJPയെ സഹായിക്കുന്ന പണി കോൺഗ്രസിനെ സഹായിക്കുന്ന പണി അവസാനിപ്പിക്കണം. നിങ്ങൾ കോൺഗ്രസിനെ സഹായിക്കുന്ന പണി അവസാനിപ്പിക്കണം. കേൾക്കും സർ, അബ്ദുള്ളക്കുട്ടി കണ്ണൂർ ലോകസഭയിൽ മത്സരിക്കുന്ന സമയത്ത് CPM സംസ്ഥാന സെക്രട്ടറിയാ പറഞ്ഞ അത്ഭുതക്കുട്ടിന്ന് BJPന്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റാ. നെയ്യാറ്റിക്കര മത്സരിച്ച സെൽവരാജ് എവിടെയാ? കോൺഗ്രസിലാ. SFIന്റെ സംസ്ഥാന പ്രസിഡന്റ് സിന്ധു ജോയ് ഇപ്പൊ എവിടെയാ? കോൺഗ്രസിലാ. പശ്ചിമ ബംഗാൾ ത്രിപുരയിൽ CPM അവരെ പാർട്ടി ഓഫീസ് എടുത്താ BJPയിലേക്ക് വന്നേ. അപ്പൊ വലിയ ന്യായം നടക്കണ്ട, മനസ്സിലായില്ലേ? ഞങ്ങളുടെ ആളുകൾ ഒരു കാരണവശാലും ചാണകക്കുണ്ടിൽ വീടില്ല എന്നുള്ള മറുപടി മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. ഒരു ഘട്ടത്തിലും ഞങ്ങൾ ചാണകക്കുണ്ടിൽ വീണല്ലോ. പശ്ചിമ ചാണകക്കുണ്ടിൽ വീണോ അവര്? എന്ത് രാഷ്ട്രീയം പറഞ്ഞാലും രാഷ്ട്രീയം എന്ന വാക്കിന്റെ അർത്ഥം രാഷ്ട്രത്തെ സംബന്ധിച്ച അർത്ഥമാണ്. ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സംവിധാനം ഒരുക്കലാണ് ഒരു ഭരണകൂടത്തിന്റെ ബാധ്യത. സ്വാഭാവികം നാളെ വിഷുവാണ്. ഏതെങ്കിലും ഒരു വിഷു ചന്ത അവസരം വളരെ അറിയില്ല, കേരളത്തിൽ എവിടെയും തുറന്നതായി കാണുന്നില്ല. മിണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ വർത്താൻ പറയട്ടെ. അതൊന്ന്. 2, BJP സ്ഥിരം ആരോപിക്കുന്നൊരു ആരോപണമാണ്, അതായത് കോൺഗ്രസും CPM ഒരുമിച്ചാണെന്നുള്ളത്. ആ ആരോപണം ഇല്ലാണ്ടാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ CPM ചെയ്യേണ്ടത്. നിങ്ങളെ സ്ഥാനാർത്ഥിന് പിൻവലിച്ചിട്ട് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുക. ഇനി മൂന്നാമത്തെ കാര്യം, അതായത് പാനൂരില് ആ ബോംബ് ഉണ്ടാക്കിയത് വിഷുവിന് പൊട്ടിക്കാനാണോ അല്ലെങ്കിൽ ആളുകൾക്ക് സംവിധാനം കൊടുക്കാനാണോ? ഞാൻ മറുപടി പറയാം. ഈ മീഡിയ വണ്ണിന്റെ ഈ ചർച്ച കഴിഞ്ഞതിന് ശേഷം അജിംസെ, ഈ മീഡിയ വണ്ണിന്റെ ചർച്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് സപ്ലൈകോയിൽ മാവേലി സ്റ്റോറിൽ പോവാം. അവിടെ സാധനമുണ്ടോ ഇല്ലേ എന്നുള്ളത് നേരിട്ടറിയാം. പറയട്ടെ, ഞാൻ പറയട്ടെ. ഇവിടെ ഇത് മാത്രമല്ല, പറയുന്ന ഏത് മാവേലി സ്റ്റോറിലും കോടിയേരി അല്ലെങ്കിൽ ഈ മാവേലി സ്റ്റോറുകളിൽ സാധനം കൃത്യമായി ലഭിക്കാതിരിക്കാൻ കാരണം എന്താണ്? ആരാ കാരണം? എന്താ കാരണം പറ. എന്താ കാരണം? കേന്ദ്ര ഗവൺമെന്റിന് നിങ്ങളെ ആരാണ് ബോംബ്? ഇവിടെ ഈ നാദാപുരം ഈ പറയുന്ന വടകര പാർലമെന്റ് മണ്ഡലത്തിൽ സാധനമില്ലാത്ത എന്തുകൊണ്ടാണെന്ന് പറ. വിഷുച്ചന്തയില്ലാത്തതാണ് പറ. ഹർജി കൊടുത്തതാരാ? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സപ്ലൈ വിശ്വസന നടത്തരുതെന്ന് പറഞ്ഞ ഹർജി കൊടുത്തതാരാണ്? തെരഞ്ഞെടുപ്പ് സമയത്ത് UDFന്റെ പ്രവർത്തകർ ഈ വർത്തമാനം പറയും. നരിക്കാട്ടേരിയിൽ 5 ആളുകൾ കൊല്ലപ്പെട്ടത് അഭിലൂസ് ഉണ്ടാക്കുമ്പോഴല്ല. ആടെ നരിക്കാട്ടേരിയിൽ 5 ആളുകൾ കൊല്ലപ്പെട്ടത് അഭിലൂസ് ഉണ്ടാക്കുമ്പോഴല്ല കേട്ടോ. നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. തൂണേരിയിൽ ഷിബിനെ കൊലപ്പെടുത്തിയതാരാ? ഇവിടെ കണ്ണൂരിൽ ധീരജിനെ കൊലപ്പെടുത്തിയതാരാ? നിങ്ങൾ ഇങ്ങനെ അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന സമയത്ത് DYFയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റാണ് ആണല്ലോ. ഇന്നലെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു DYFI പോഷക സംഘടനയല്ല. ശരിയാണോ തെറ്റാണോ?
ഇതിനെക്കുറിച്ച് എന്റെ ചോദ്യം ചോദ്യത്തിന് വളരെ കൃത്യമായി പറയാം. എന്റെ ചോദ്യം ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര യുവജന സംഘടനയാണ്. ആ ഡിവൈഎഫ്ഐയിൽ CPIM ഉണ്ടാവും. ആ ഡിവൈഎഫ്ഐയിൽ ചിലപ്പോൾ കോൺഗ്രസ് ഉണ്ടാവും. ഡിവൈഎഫ്ഐയിൽ മറ്റൊരു പാർട്ടിയിൽപ്പെട്ട ആളുകളുണ്ടാവും. ഡിവൈഎഫ്ഐക്ക് ഒരു ഭരണഘടനയുണ്ട്. ഡിവൈഎഫ്ഐക്ക് ഒരു ഭരണഘടനയുണ്ട്. സ്വതന്ത്ര സംഘടനയാണ്. ഭരണഘടന ഒന്ന് വായിച്ചാൽ ഒരു ജനാധിപത്യ സംവിധാനമാണ് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് ഡിവൈഎഫ്ഐയെ കുറിച്ച് പറഞ്ഞല്ലോ. യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ നൂറുകണക്കിന് വ്യാജരേഖകൾ തമിഴ്നാട് അജന്തർ ഉൾപ്പെടെയുള്ള ആളുകൾ മറുപടി കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്ലീസ് ഇരുന്നിട്ട് ചർച്ച പ്ലീസ്. അവിടെ എന്നിട്ട് ചർച്ച പറയൂ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് സഖാവ് പിണറായി വിജയൻ എന്നാണ്. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ്സുകാരാണ് ജയിലിൽ കിടക്കുക തന്നെ ചെയ്യും. ഈ കള്ളപ്രചരണത്തിന് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയവർ ജയിലിൽ കിടക്കുക തന്നെ ചെയ്യും. അറസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം പിണറായി വിജയൻ കാണിക്കേ. നടപടിയുമായി മുന്നോട്ട് ചെയ്യുമെന്നല്ല പറയേണ്ടത്. ഇപ്പോ ഇതാ കോൺഗ്രസ് ഓഫീസിൽ രാഹുലുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ പോയി അറസ്റ്റ് ആരോടാ? BJPന്റെ പ്രതിനിധി നേരത്തെ നമ്മുടെ പ്രധാനമന്ത്രി വളരെ നട്ടലുള്ള ആളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ ഇപ്പൊ 10 വർഷത്തിനടുത്ത് നടക്കുകയാണ്. നമ്മൾ എത്ര വർഷം മാധ്യമങ്ങളുമായി സംവദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ശ്രമിച്ചു. അതായത് ജനങ്ങൾക്കുള്ള ആശയങ്ങൾ അത് സംവദിക്കാൻ വേണ്ടി എത്ര വട്ടം പത്രസമ്മേളനം വിളിച്ചു നമ്മുടെ പ്രധാനമന്ത്രി. എന്തുകൊണ്ട് മാധ്യമങ്ങളോട് മിണ്ടുന്നില്ല? അതാണ് ചോദ്യം. കേന്ദ്ര സർക്കാരിന്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി അതിന് കേന്ദ്രത്തിന്റെ ഒരു മന്ത്രിയുണ്ട്. അതിന്റെ രീതിയിൽ ഒരാളെ നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. ആവശ്യമുണ്ടെങ്കിൽ ഈ അടുത്ത ദിവസം അദ്ദേഹം എപ്പോഴാണ് ആവശ്യമുണ്ടാവുക? കഴിഞ്ഞില്ലേ? ഒരു ചോദ്യത്തെ നേരിടാൻ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ആരാ നേരിടാത്ത? ഈ അടുത്ത ദിവസം പത്രമാധ്യമങ്ങൾ സംസാരിച്ചു. ഇന്റർവ്യൂ അല്ല, മാധ്യമങ്ങളുടെ ചോദ്യം ഇതുപോലെ ചോദ്യം ചോദിക്കാൻ വേണ്ടി അത് നിയോഗിച്ച ആൾക്കാരുണ്ട്. അത് നിയോഗിച്ച ഒരുപാട് മന്ത്രിമാരുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നടത്ത ഒരുപാട് പ്രധാനമന്ത്രി എഴുതി കൊടുക്കുന്ന ചോദ്യം ചോദിക്കുന്നതിനല്ല മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റ് കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി നിയോഗിച്ച മന്ത്രിമാർ. റേഡിയോ പ്രഭാഷണമാണോ? റേഡിയോ മൻ കി ബാത്താണോ? അല്ല, കഴിഞ്ഞ 10 കൊല്ലമായി ഒരു പത്രസമ്മേളനം നടത്തിയ സാറേ, ഒരു പത്രസമ്മേളനം നടത്തിയ നരേന്ദ്രമോദി BBC കൂട്ടിപ്പോയി അറിഞ്ഞില്ലേ? ഏത് ഭരണഘടനയിലെ പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്? അത് മാധ്യമങ്ങളുടെ ഭരണഘടന പറഞ്ഞാലേ പ്രധാനമന്ത്രി കേൾക്കൂ. ഭരണഘടന പറഞ്ഞാലേ പ്രധാനമന്ത്രി കേൾക്കൂ. ഭരണഘടന മാത്രം നോക്കി നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി വലിയ അത്ഭുത സഖാവേ. സംസാരിക്കാൻ നിങ്ങൾക്ക് എന്ത് വേണം ന്യായീകരിക്കാൻ? ഏകാധിപതി ആരാന്നുള്ളത് ഇവിടെ അറിയാം. ഏകാധിപതി ആരാന്നുള്ളത് കോൺഗ്രസ് ഏകാധിപതിയായിട്ട് ഭരിക്കുന്ന ആരാന്നല്ലേ? കേരളത്തിൽ BJP-ക്കാരാ നിങ്ങൾ പറഞ്ഞ നട്ടല് ഒന്ന് മണിപ്പൂർ മോഡിയുടെ ഭരണത്തിൽ പത്രസ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്ഥാനത്താണെന്നറിയോ? ഈ പത്രസ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്ഥാനത്താണെന്നറിയോ? ഇവിടെ മോഡി ഭരിക്കുന്ന ഈ രാജ്യത്ത് 125 സ്ഥാനത്ത് ആർട്ട് ന്യൂസ് ഉടമേന എന്തിനാ നിങ്ങൾ അറസ്റ്റ് ചെയ്തത്? എന്തിനാ നിങ്ങൾ പറയണം? ഇവിടെ എന്തെങ്കിലും സ്വാതന്ത്ര്യം ഈ പറയുന്ന പത്രമാധ്യമങ്ങൾ നൽകുന്നുണ്ടോ? എല്ലാ മാധ്യമങ്ങളും ഇന്ത്യയിൽ ഈ പറയുന്ന മീഡിയ വണ്ണിനോട് എന്താ നരേന്ദ്രമോദി ചെയ്തതെന്ന് അറിയാമോ? മീഡിയ വണ്ണിനോട് മാത്രമല്ല BBC-യോടും ഏഷ്യാനോടൊക്കെ ഉണ്ട്. അതിനാണ് മാധ്യമ ധ്വംസനം എന്ന് പറയുന്നത്. മാധ്യമ സ്വാതന്ത്ര്യമില്ലായ്മ എന്ന് പറയുന്നത് അതിനാണ്. മാധ്യമ സ്വാതന്ത്ര്യമില്ലായ്മ ഇന്ത്യയുടെ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് എത്ര അറിയോ? സന്ദർഭത്തിൽ പോലും മാധ്യമങ്ങൾക്കാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. കോടതി ഇടപെട്ടതുകൊണ്ട് ഞാനും മുസ്ലിം മീഡിയ ഉണ്ടല്ലേ പൂട്ടിക്ക് വേണ്ടി വന്നാലും ഇത് ഗുജറാത്തല്ല.
മീഡിയ വണ്ണിന് നിങ്ങൾ എന്തിനാ? എന്തിനാ നിങ്ങൾക്കറിയാം? എങ്ങനെ അറിയാം? എന്തിനാ നിങ്ങൾക്കറിയാം? അറിയില്ല. ഈ രാജ്യത്ത് സുപ്രീം കോടതിയിൽ പറഞ്ഞില്ല. നിങ്ങൾ സുപ്രീം കോടതിയിൽ പറഞ്ഞില്ല. എന്തിനാണ്? നിങ്ങൾ സുപ്രീം കോടതിയിൽ പറഞ്ഞില്ല. ഒരു കവർ, ഒരു സീൽഡ് കവർ കൊടുത്തു. സീൽഡ് കവർ ഒന്നും ഉണ്ടായിരുന്നില്ല. സുപ്രീം കോടതി തുറന്നു നോക്കി, ഒന്നും ഉണ്ടായിരുന്നില്ല. എന്ത് രാജ്യദ്രോഹമാണ് സുപ്രീം കോടതി തെളിയിച്ചത്? നിങ്ങൾ എന്ത് രാജ്യദ്രോഹം തെളിയിച്ചത്? അത് പറ. മീഡിയ വണ്ണിനെ എന്തിനു പൂട്ടിച്ചു? അത് പറ. മീഡിയ വണ്ണിനെ എന്തിനു പൂട്ടിച്ചു? പറ. ഇവിടുത്തെ അന്വേഷണ ഏജൻസി ഉണ്ട്. എന്താ അന്വേഷണം? സുപ്രീം കോടതിയിൽ ഒന്നും പറയാണ്ടായില്ല. ഒന്നും പറയാണ്ടായില്ല. നിങ്ങൾക്കൊന്നും പറയാണ്ടായില്ല. ഞങ്ങളല്ല പറയട്ടെ, കേന്ദ്ര ഗവൺമെന്റ് മറുപടി പറയട്ടെ. ചോദിക്കൂ. ബിജെപിയുടെ പ്രതിനിധികളാണ് ചോദ്യം. നിങ്ങൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളുടെയും നാമങ്ങൾ മാറ്റുന്നുണ്ട്. അതിന്റെ ഭാഗമായി സുൽത്താൻ ബത്തേരി എന്ന സ്ഥലത്തിന്റെ മാറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അറബിക്കടലിന്റെ പേര് മാറ്റിയിടാൻ സാധ്യതയുണ്ടോ? അടുത്ത ചോദ്യം പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധികളാണ്. നമ്മുടെ ഇവിടെ ആരാണ് കേന്ദ്ര സർക്കാരിനെ BJP-യെ ശക്തമായി എതിർക്കുന്നത് തമ്മിലാണ് UDF LDF തമ്മിലുള്ള മത്സരം. പക്ഷേ തങ്ങളുടെ വികസന നേട്ടങ്ങൾ, തങ്ങൾ ചെയ്ത കാര്യങ്ങൾ അസർട്ടീവായി പറഞ്ഞുകൊണ്ടാണ് BJP ഈ രണ്ട് മുന്നണികളെയും നേരിടുന്നത്. വിജേഷ് അരവിന്ദ്, BJP-ക്ക് അവർ ചെയ്ത കാര്യങ്ങൾ കൃത്യമായ ബോധ്യമുണ്ട്. അവരത് ആവർത്തിക്കുന്നു. BJP ഈ രാജ്യത്ത് ചെയ്തത് വളരെ ശാസ്ത്രീയമായ അഴിമതി നടത്തി, വേറെ ഒന്നും ചെയ്തിട്ടില്ല. 8600 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടാക്കി വാങ്ങി. കോവിഡ് കാലത്ത്, മറ്റൊന്നും ഞാൻ പറയുന്നില്ല, കോവിഡ് കാലത്ത് മൂന്ന് കമ്പനികൾ, മരുന്ന് കമ്പനികൾ. ഞാൻ ചോദിക്കട്ടെ, BJP-ക്കാരാ ബേജാറാവല്ലത്? 460 കോടി രൂപ വിറ്റുവരവുള്ള സാന്റിയാഗോ മാർട്ടിൻ നിങ്ങൾക്ക് 1100 കോടി രൂപ സംഭാവന തന്നു. അതിനാണോ കള്ളപ്പണം എന്ന് പറയാ? ആ കള്ളപ്പണം വാങ്ങി വെച്ചത് BJP ആണോ? സഖ്യകക്ഷിക്കും കിട്ടി, DMK-ക്ക്. ഈ ചോദ്യത്തിന്റെ മറുപടി തരട്ടെന്ന്. സാന്റിയാഗോ മാർട്ടിൻ 460 കോടി രൂപ വിറ്റുവരവുള്ള സമയത്ത് 1100 കോടി രൂപ സംഭാവന കൊടുത്തു. ഈ പൈസയ്ക്ക് കള്ളപ്പണം എന്ന് പറയുമ്പോ ആ കള്ളപ്പണം BJP വാങ്ങിയിട്ടുണ്ടോ? കോൺഗ്രസ് എന്തിനാ വാങ്ങിയ ഇലക്ട്രൽ ബോണ്ട്? അഴിമതിയുടെ കാര്യത്തിൽ ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണ്. കോൺഗ്രസ് എന്തിനാ പൈസ വാങ്ങിയത്? ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണെങ്കിൽ കോൺഗ്രസ്സുകാരൻ എന്തിനാ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി? അഴിമതിയുടെ കാര്യത്തിൽ കോൺഗ്രസും BJP-യും ഒരുപോലെയാണ്. ഇലക്ട്രൽ ബോണ്ട് ഇവിടെ പറഞ്ഞു. ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ഇവിടെ പറയുകയും ഇവിടെ ഇലക്ട്രൽ ബോണ്ടിന്റെ ഉച്ഛിഷ്ടം പഠിക്കുകയും ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അഫ്സലെ കേട്ടോ, 2017 സീതാറാം യെച്ചൂരി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത കണക്ക്, നവയുഗ എഞ്ചിനീയറിംഗ് കമ്പനി 30 ലക്ഷം, ഒരു പൈസ 5 ലക്ഷം, 2019 20 ലക്ഷം, നവയുഗ എഞ്ചിനീയറിംഗ് കമ്പനി 50 ലക്ഷം, 2022 മേഘ ഇൻഫ്രാസ്ട്രക്ചർ 25 ലക്ഷം, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറി 5 ലക്ഷം, നാറ്റ്കോ ഫാർമ 25 ലക്ഷം, അരബിന്ദോ ഫാർമ 15 ലക്ഷം. ഇതെങ്ങനെ വന്നു? ഇതിൽ പറയുന്ന മേഘ ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്നാണ് മോദി ഏറ്റവും കൂടുതൽ കാശ് വാങ്ങിയിട്ടുണ്ട്. മേഘ കമ്പനിയിൽ നിന്ന് ഈ പറയുന്ന വിധത്തിൽ 1400 കോടി രൂപയാണ് മോഡി വാങ്ങിയത്. മോഡി മാത്രമല്ല, കോൺഗ്രസും ഒരു നയാ പൈസ വാങ്ങിയിട്ടില്ല. ഇലക്ട്രൽ ബോണ്ടല്ല, ഡയറക്റ്റ് വാങ്ങിയാലോ? ഇലക്ട്രൽ ബോണ്ടിലൂടെ ഒരു 5 പൈസ ഇടതുപക്ഷമോ CPI-എമ്മോ വാങ്ങിയിട്ടില്ല. നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന പണിയെടുക്കാൻ ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വഴി അല്ലാതെ വാങ്ങിയോ? ഇലക്ട്രൽ ബോണ്ട് വഴി വാങ്ങിയിട്ടില്ല. സാബുവിന്റെ കാശ് വാങ്ങിയോ? ഒറ്റ പൈസ ഇലക്ട്രൽ ബോണ്ട് വഴി വാങ്ങിയിട്ടില്ല. ഇലക്ട്രൽ ബോണ്ട് വഴി ഒരു പൈസയും വാങ്ങിയിട്ടില്ല. ഇലക്ട്രൽ ബോണ്ട് അല്ലാതെ വാങ്ങിയോ ഇല്ല എന്നതിനെ സംബന്ധിച്ച് ഇപ്പോ ചർച്ചക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി ഒരു 5 പൈസ വാങ്ങിയിട്ടില്ല. അല്ല, അതെന്ത് വർത്താനം അഫ്സലെ? ഞങ്ങള് പൈസ വാങ്ങിയിട്ട് അതിന്റെ പേര് അതല്ല എന്ന് പറയുന്നത് ശരിയാണോ? വാങ്ങിയിട്ടുണ്ട്. നിയമപരമായി ധനസഹായം പല ആളുകളിൽ നിന്നും വാങ്ങാം. പക്ഷേ
ഇലക്ട്രൽ ബോണ്ട് നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ആ പണമാണ് കോൺഗ്രസ് വാങ്ങിയത്. ആ പണമാണ് കോൺഗ്രസ് വാങ്ങിയത്. അതിനെക്കുറിച്ചാണ് വർത്തമാനം പറയേണ്ടത്. നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറയാനുള്ളത് ഗണപതി വട്ടം മാറ്റണമെന്നാണ്. അതാണ് പ്രധാന തെരഞ്ഞെടുപ്പ് അജണ്ട നിങ്ങളുടെ. അതായത് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചാണ് കോൺഗ്രസ്സുകാരും CPM ചർച്ച. കോൺഗ്രസ്സുകാരും വാങ്ങിയിട്ട് ഞങ്ങൾ 6000 കോടി നിയമാനുസൃതമായി സുതാര്യമായ രീതിയിൽ പറയട്ടെ. തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഫണ്ട് വേണമെന്ന് എല്ലാവർക്കും അറിയാം. CPM ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയില്ല. കാരണം എന്താണെന്നറിയോ? കരുവണ്ടൂരിൽ 500 കോടി ഉറുപ്പ്യ അട്ടിമറിച്ചവർക്ക് തെരഞ്ഞെടുപ്പിൽ അതൊരു ഏജൻസിയാണ്. അഴിമതി കണ്ടെത്തും, കരുവണ്ടൂരിൽ അഴിമതി കണ്ടെത്തും. പിന്നെ വയനാട്ടില് BJPയിലെ സംസ്ഥാന പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞു. വയനാട്ടില് BJPയിലെ സംസ്ഥാന പ്രസിഡന്റ് അവിടുത്തെ സ്ഥാനാർത്ഥിയായ സുരേന്ദ്രൻ പല കാര്യങ്ങളും ഉന്നയിച്ചു. വന്യമൃഗങ്ങളുടെ പ്രശ്നം പറഞ്ഞു, ആദിവാസികളെ പ്രശ്നം പറഞ്ഞു. ദേശീയ ചാനലിന് കൊടുത്ത ഒരു ഇന്റർവ്യൂല് ആ ഇന്റർവ്യൂല് ഗണപതി വട്ടം എന്നുള്ള കാര്യം പറഞ്ഞു. അത് നിങ്ങൾ മാധ്യമങ്ങളാണ് ഉയർത്തി കാണിച്ചത്. മാധ്യമങ്ങളാണ് ആവശ്യം മുന്നോട്ടെടുത്ത് ഉയർത്തി കാണിച്ചത് സുരേന്ദ്രന്റെ പ്രശ്നങ്ങൾ. നമ്മളെ ചുറ്റും നടക്കുന്ന കാര്യമാണോ ആദ്യം ശ്രദ്ധിക്കുന്നത്, അതോ കുറെ ദൂരെ നടത്തുന്നത്? എനിക്ക് CPM-നോടാണ് എന്റെ ചോദ്യം. എന്റെ ചോദ്യം നിങ്ങളും എന്റെ ചോദ്യം CPM-നോടാണ്. അതായത് നിങ്ങളിപ്പോ പറഞ്ഞു ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണെന്ന്. അഴിമതി തന്നെ സമ്മതിച്ചു. ആ ഇലക്ട്രൽ ബോണ്ട് എങ്ങനെയാണ് സാധാരണ ജനങ്ങളെ ബാധിച്ചത്? നിങ്ങൾ എങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ട് ബാധിച്ചത്? ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ അഴിമതിയാണ് സാറേ. ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണെന്ന് പറഞ്ഞ എന്താ അറിയോ? മേഗാ ഗ്രൂപ്പ് ഇവിടെ പറഞ്ഞില്ലേ, മേഗാ ഗ്രൂപ്പ് 1400 കോടി BJPക്ക് നൽകി. തൊട്ടടുത്ത ദിവസം അവിടെ താണ ബോറിവല്ലി ടണലിന്റെ കരാറ് ഈ പറയുന്ന മേഗാ ഗ്രൂപ്പിന് കൊടുത്ത് ഈ പറയുന്ന BJP അതിൽ നിന്ന് പങ്ക് പിൻപറ്റിയതാണ് മേഗാ ഗ്രൂപ്പിന്റെ അനുഭവം. അങ്ങനെ ഒട്ടേറെ അനുഭവങ്ങൾ ഇവിടെ പറയാനുണ്ട്. ഇവിടെ ഇപ്പോ BJPയുടെ എല്ലാവരും ബാധിക്കുന്നത് അഴിമതി. നേരെ മറിച്ച് ഇവിടെ ഉച്ചക്കഞ്ഞിയില്ല, മെഡിക്കൽ കോളേജിൽ മരുന്നില്ല, അതല്ലേ സാധാരണ ജനങ്ങളെ ബാധിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് നിങ്ങൾ എങ്ങനെ ബാധിക്കും? ഈ ഇലക്ട്രൽ ബോണ്ട് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം മേഡം അത് അഴിമതിയാണ്. സുപ്രീം കോടതി പറഞ്ഞതാണ്. ഇത് ചർച്ച നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കുള്ള ചർച്ചയല്ല. തെരഞ്ഞെടുപ്പ് സഹോദരിക്കുള്ള മറുപടി. കോവിഡ് കാലത്ത് 3 കമ്പനികൾ വ്യാജ മരുന്നുണ്ടാക്കി പൂട്ടിയിരുന്നു. സിപ്ല, ഹെട്രോലാബ്, സൈറോൺ ഹെൽത്ത് കെയർ. ഈ 3 കമ്പനികളും 1 മാസം കൊണ്ട് തുറന്നു. ആ 3 കമ്പനികളും 29 കോടി, 35 കോടി, 49 കോടി BJPക്ക് സംഭാവന കൊടുത്തു. ഈ രാജ്യത്തെ ആളുകളുടെ ആരോഗ്യത്തിനെയാണ് BJP കൈക്കൂലിയായിട്ട് വാങ്ങിയിട്ടുള്ളത്. ഒരു കാര്യം അപ്പോ ഇവിടെ ഇപ്പൊ വനിതകള് ചോദ്യം ചോദിച്ചു. 56,000 കോടി രൂപയാണ് കേന്ദ്രത്തിന് തരാനുള്ളത്. ഉച്ചക്കഞ്ഞിയുടെയും ഒക്കെ ആയിട്ട് 56,000 കോടി തരാറുണ്ട്. എന്നിട്ടാണ് ഈ BJPയുടെ മഹിളകള് ഒരു ഉളുപ്പില്ലാണ്ട് ഇവിടുന്ന് ചോദിക്കുന്നത് ഉച്ചക്കഞ്ഞി എവിടെയെന്ന്. അതിന്റെ പൈസ കേന്ദ്രം തന്നാലല്ലേ ഇവിടെ എല്ലാം നടത്താനാവും. 56,000 കൊടുക്കാനുണ്ടോ? വനിതകൾ BJPയുടെ വനിതകളുള്ളത് കൊണ്ടാണ് ചോദ്യം. അതൊക്കെ പൊട്ടിപ്പോയി മനസ്സിലാക്കണം. ഓക്കെ മറുപടി ഇപ്പോ ED അന്വേഷണത്തെ സംബന്ധിച്ചും ഇവിടെ ഈ പറയുന്ന ഇവിടെ BJPയുടെ പ്രവർത്തക ചോദിച്ചത് ഉച്ചക്കഞ്ഞിയെ കുറിച്ചൊക്കെയാണ്. ഇവിടെ കേരളത്തെ വല്ലാത്ത നിലയിൽ തകർക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. ഇവിടെ അന്വേഷണത്തെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞല്ലോ. ഇവിടെ നാരായണ റോഡിന്റെ കേസ് ആരാ പിൻവലിച്ചത്? വിശ്വശർമ്മക്കെതിരെയുള്ള കേസ് ആരാ പിൻവലിച്ചത്?
ദിഗംബർ കാമത്തിനെതിരെ കേസ് എന്തെങ്കിലും പിൻവലിച്ചു. ഇവരെല്ലാം കോൺഗ്രസ് ആയിരുന്നു. ഇവർ BJP-യിലേക്ക് പോയപ്പോ ED അവരെ വിട്ടു, CBI അവരെ വിട്ടു, കേന്ദ്ര അന്വേഷണ ഏജൻസി അവരെ വിട്ടു. അഫ്സൽ വളരെ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം അഫ്സൽ തന്നെ പറഞ്ഞു. ഈ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നത് BJP ആണ്. അവരെ പേര് പറഞ്ഞ് ദയവ് ചെയ്ത് ഇനി വോട്ട് ചോദിക്കരുത്. ഈ പറയുന്ന നാരായണനാണ് കോൺഗ്രസ് ആണ് സാർ. അശോക് ചവൻ BJP-യിലേക്ക് പോയി. ഹിമന്ത് കുമാർ ശർമ്മ നാരദ ചിട്ടി ഫണ്ട്, സുവേന്ദു അധികാരി നാരദ ചിട്ടി ഫണ്ട്, ദിബങ്കർ കാമത്ത് 400 കോടി രൂപയുടെ അഴിമതി. അശോക് ചവാൻ മുഖ്യമന്ത്രി സ്ഥാനം ഞങ്ങളല്ലേ മാറ്റിയത്. അവരെ BJP-യിലെത്തി വാഷിംഗ് മെഷീനിൽ മുക്കി, എല്ലാം ക്ലീൻ ആയി. അതാണ് ഞങ്ങൾ പറയാനുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇപ്പോ മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരാണ് എന്ന് ചിലർ പറയുന്നു. വയനാട്ടിലെ മുസ്ലിം ലീഗിന്റെ കൊടി സംരക്ഷിക്കാൻ പറ്റാത്തവർ എങ്ങനെ മഹാരാഷ്ട്രയിൽ ശിവസേനന്റെ കൊടി, ശിവസേനയുടെ കൊടിയും സുവർണ്ണ പതാകയും ഒരുമിച്ച് കെട്ടുമ്പോ പ്രശ്നമില്ല. പക്ഷേ വയനാട്ടിൽ ലീഗിന്റെ കൊടി സംരക്ഷിക്കാൻ പറ്റാത്തവർ മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തെ കുറിച്ച് പറയുന്നു. ഞങ്ങൾ പട്ടാളക്കാരോട് ആദ്യം പറഞ്ഞത് പുൽവാമ വരും, പേടിക്കണം, ജാഗ്രത വേണം. അത് ഞങ്ങളും യെച്ചൂരിയും ഒരുമിച്ചെടുത്ത തീരുമാനം. ഓക്കെ അപ്പൊ യഥാർത്ഥത്തിൽ മത്സരം ഇവര് തമ്മിലാണ് എന്തിനാ പരസ്പരം മത്സരിക്കുന്നത്? നിങ്ങൾ ഒറ്റക്കെട്ടല്ലേ? എന്തിനാ ഈ ആൾക്കാരെ പറ്റിക്കുന്നത്? മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ പറ്റിക്കുന്നതിനാ? ഒരേ ചിഹ്നത്തിലല്ലേ മത്സരിക്കുന്ന? അതിർത്തി കടന്നാല് മധുരയിൽ നിങ്ങൾ ഒരേ സ്ഥാനാർത്ഥിയല്ലേ? രാജസ്ഥാനിൽ ഒരേ സ്ഥാനാർത്ഥിയല്ലേ? പശ്ചിമ ബംഗാൾ ഒരേ സ്ഥാനാർത്ഥിയല്ലേ? ഈ കേരളത്തിൽ നാടകം കളിക്കുന്നത് ഇടതുപക്ഷക്കാരനും 2004 18 പേര് LDF തെരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് പാർലമെന്റിൽ പോയിട്ട് UPA-നെ പിന്തുണച്ച ആൾക്കാരല്ലേ നിങ്ങൾ? പിന്നെ എന്തിനാ നാടകം കളിക്കുന്നത്? നിങ്ങൾ ഒന്നിച്ച് മത്സരിക്കൂ. NDA-യും ഇന്ത്യ മുന്നണിയും തമ്മിലാ മത്സരം. കേരളത്തിലെ നാടകം വളരെ കൃത്യമായ നിലപാട് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്തെന്ന് ചോദിച്ചാൽ അത് BJP-ക്കെതിരാണ്. BJP-യെ പരാജയപ്പെടുത്താൻ ഇനി എത്ര വലിയ അവസരവാദികളുമായും കൂട്ടുകൂടി വർഗീയതയെ, ഫാസിസത്തെ, ഏകാധിപത്യത്തെ എതിർക്കുക എന്ന ലക്ഷ്യമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ചോദ്യങ്ങൾ തീരുന്നില്ല, ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും അവസാനിക്കുന്നില്ല. ഉത്തരങ്ങൾ അവസാനിക്കുന്നത് എപ്പോഴാണ് തെരഞ്ഞെടുപ്പ് ഫലം എണ്ണുക എന്നുള്ളതാണ് ഈ ഉത്തരങ്ങളുടെ ഏറ്റവും അവസാന തീയതി. ബിഗ് ഫൈറ്റ് ഇന്നത്തെ വടകരയിലെ എപ്പിസോഡ് സമാപിക്കുകയാണ്. അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം.